ഒരു പരിധിയിൽ കവിഞ്ഞുള്ള സമ്പത്ത് ആർജിക്കാനും അത് നിലനിർത്താനും ചിലർക്ക് സാധിക്കില്ല. പരിധിയിൽ കവിഞ്ഞ് ഇതൊക്കെ നേരിടണമെങ്കിൽ ക്രോധം, കാപട്യം, കുതന്ത്രം, നിയമലംഘനം, വഞ്ചന തുടങ്ങിയ പൈശാചിക പ്രവൃത്തികൾ ഏറിയോ കുറഞ്ഞോ വേണ്ടിവരുമെന്ന് ഒരു പ്രയോഗ യാഥാർത്ഥ്യമാണ്. ബിഗ് ബോസ് താരങ്ങൾ ചിലർ അങ്ങനെ ക്രിമിനലായെന്നും മറ്റു ചിലർ സ്വഭാവ വ്യതിയാനത്തിലൂടെ എങ്ങനെ ജീവിതം നയിക്കുമെന്നും വിശകലനം ചെയ്തു നോക്കാം. ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപാടുണ്ട്. പലരുടെയും ജീവിതം സാമ്പത്തികമായി പച്ചപിടിച്ച ഒരു ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഈ ഷോയിൽ വന്ന് പേരെടുത്തവരും പേരുദോഷം വരുത്തിയവരുമുണ്ട്. നല്ലവരായ മത്സരാർത്ഥികൾ മാത്രമല്ല ബിഗ് ബോസ് ഷോയിൽ ഉൾപ്പെടുത്തുന്നത്. സമൂഹത്തിൽ നെഗറ്റീവ് ഇമേജ് ഉള്ളവരും പോസിറ്റീവ് ഇമേജ് ഉള്ളവരെയും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരും അപ്രശസ്തരുമായൊക്കെ ചേർന്ന് മിക്സഡായ ഒരു പറ്റം ആളുകളെ പങ്കെടുപ്പിക്കുന്നു. ബിഗ് ബോസിൽ പങ്കെടുത്ത് പ്രതിച്ഛായ ഉയർത്തുന്നവരും നഷ്ടപ്പെടുന്നവരുമുണ്ട്. ഇപ്പോഴിതാ ബിഗ് ബോസ് മത്സരാർത്ഥികളായി പങ്കെടുത്ത് ആരാധകർക്ക് ഷോക്ക് നൽകിയ ക്രിമിനൽ മുഖം മൂടിയായ സംവിധായകൻ ആലപ്പി അഷ്റഫ് പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അഷ്റഫിന്റെ വാക്കുകളെ തുറന്നു വായിക്കാം. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ പങ്കാളികളായ ബിഗ് ബോസ് താരങ്ങളാണ് ഷിയാസ് കരീം, ബ്ലസി, ജിൻഡോ എന്നിവർ. ക്രിമിനൽ കേസുകളിൽ മറ്റും അകപ്പെട്ട് കൊടും കുറ്റവാളികളായി മാറാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ നല്ലവനായി ഉണ്ണിയായി പിന്നീട് മാറി. ബിഗ് ബോസ് മലയാളം സീസൺ 1 മത്സരാർത്ഥിയായിരുന്ന സാബുവാനെക്കുറിച്ച് വലിയ മുഖമുദ്രയൊന്നും ആവശ്യമില്ല. കേരള സമൂഹത്തെ എന്ന് കുറച്ചുപാടുണ്ടാക്കുന്ന കാഴ്ചപ്പാട് മാറ്റിത്തന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് സാബു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. തൻ്റെ ജീവിത കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റമുണ്ടാക്കാനും ബിഗ് ബോസ് ഷോ സഹായിച്ചുവെന്ന് സാബു പറഞ്ഞു. ഒരിക്കലും കൂട്ടുകാർ ആകില്ലെന്ന് കരുതിയ പലരും പിന്നീട് സാബുവിൻ്റെ അടുത്ത സുഹൃത്തുക്കളായി. തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഷോയാണ് ബിഗ് ബോസ് എന്നും സാബു പറയുന്നു. ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാബുവിന് കഴിയുന്നുണ്ട്. അയാളെപ്പോലെ ഒരു കുറ്റവാളി എന്തിന് ബിഗ് ബോസ് ഷോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ള ചോദ്യം സാബു ഷോയിൽ ഭാഗമായപ്പോൾ ഉയർന്നിരുന്നു. എന്നാൽ യാതൊരു PR വർക്കുമില്ലാതെ സാബു പതിയെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്ന് കയറി സ്ഥാനം പിടിച്ചു. ഇന്നും ബിഗ് ബോസിൽ വെച്ച് സ്വഭാവത്തിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ സാബു നിലനിർത്തുന്നുമുണ്ട്. ഒരു കോടിയുടെ ഫ്ലാറ്റ് മാത്രമല്ല, നല്ല സിനിമകളുടെ ഭാഗമാകാനും നല്ല അവതാരകനാകാനും ചാനൽ ഷോ ജഡ്ജാകാനും ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അഹങ്കാരം ലെവലേശമില്ലാതെ മുന്നോട്ട് നീങ്ങിയ അയാൾ. എന്നാൽ നമ്മൾ നല്ലവരെന്ന് നടിച്ചിരുന്ന പലരുടെയും തനി സ്വഭാവം പുറത്തു വന്നപ്പോൾ കുറ്റവാളികളും കുഴപ്പക്കാരുമാണെന്ന് തെളിഞ്ഞു. ബിഗ് ബോസ് സീസൺ 6 കിരീടം നേടിയ ആളാണ് ജിൻഡോ. ഷോ കഴിഞ്ഞ് പുറത്തു വന്ന ശേഷം മോഷണക്കേസ്, പീഡനക്കേസ്, മയക്കുമരുന്ന് കേസ് എന്ന് വേണ്ട സകല സമൂഹ വിരുദ്ധ പരിപാടികളും ആളാണ് ജിൻഡോ എന്ന ആരോപണം വന്നു. പോലീസ് സ്റ്റേഷനും കോടതികളും അയാൾ കയറിയിറങ്ങുകയും ചെയ്തു. അത്തരം കുറ്റവാസനയുള്ള ആളാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വോട്ട് നൽകി വിജയിപ്പിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയെ പോലെ നോട്ടുമാലയും ബൊക്കെയൊക്കെ നൽകി സമൂഹത്തിലേക്ക് ഇരട്ടിക്ക് വിട്ടത്. അതുപോലെ ബിഗ് ബോസ് താരം ബ്ലസ്സിയുടെ അറസ്റ്റും ഞെട്ടലോടാണ് ബിഗ് ബോസ് പ്രേക്ഷകർ വായിച്ചറിഞ്ഞത്. ബ്ലസ്സിയുടെ സംഗീത വീഡിയോകൾക്ക് വലിയൊരു ആരാധകവൃന്ദം തന്നെ ഉണ്ടായിരുന്നു. സ്വസ്ഥയോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള സാമ്പത്തിക ഭദ്രത ബ്ലസ്സിക്കുണ്ടായിരുന്നു. പണത്തിനോടുള്ള അത്യാർത്തി കാരണമാണ് ബ്ലസ്സി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടത്. ക്രിമിനൽ കേസിൽപ്പെട്ട മറ്റൊരു ബിഗ് ബോസ് താരം മാന്യതമായ അംബാസഡറൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഷിയാസ് കരീമാണ്. തിരുമണ്ടനാണെങ്കിലും ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വായിൽ തോന്നുന്ന അഭിപ്രായം പറയും. പലപ്പോഴായി ഇയാൾ നടത്തിയ തട്ടിപ്പുകൾ പുറത്തു വരികയും പരാതിയും കേസുമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മാന്യനായി അയാൾ പുറത്തുവരും. പരനാൾ കല്ലാൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ മണിച്ചിത്താഴിട്ട് പൂട്ടാനുള്ള തെളിവുകളുമായി ഒരു സ്ത്രീ ഷിയാസിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു.